നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രവാദ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചതിൽ CPM-ൽ രോഷം പുകയുകയാണ്. പി ജയരാജൻ മാത്രമാണ് ഇപ്പോൾ പരസ്യമായി ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ കണ്ണൂർ ലോബിയിലെ പ്രമുഖ നേതാക്കളെല്ലാം ഈ തീരുമാനത്തിൽ അസ്വസ്ഥരാണ്. MV ജയരാജൻ, P ജയരാജൻ, KK ശൈലജ, എന്തിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരെ രവാദ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവ് ആക്കിയതിനെതിരെ കടുത്ത എതിർപ്പിലാണ്. സംസ്ഥാന CPM-ന്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു അധ്യായമായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ് സംഭവം. 1994 നവംബർ 16 DYF പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 5 പാർട്ടി സഖാക്കളാണ് പിടഞ്ഞു വീണ് മരിച്ചത്. കൂത്തുപറമ്പിലെത്തിയ MV രാഘവനെ തടയുന്നതിന്റെ ഭാഗമായി തടിച്ചുകൂടിയ DYFI പ്രവർത്തകർക്ക് നേരെയാണ് അന്ന് DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ വെടിവെപ്പ് നടന്നത്. 5 പാർട്ടി സഖാക്കൾ അവിടെ പിടഞ്ഞു വീണ് മരിച്ചു. അവർ പിന്നീട് പാർട്ടിയുടെ അനശ്വര രക്തസാക്ഷികളായി മാറി. പാർട്ടിയുടെ പ്രതീക്ഷയും പാർട്ടിയുടെ ദീപ്തസ്മരണയുമായി മാറി. എന്നാൽ ആ വെടിവെപ്പിന് ഉത്തരവാദിയെന്ന് പാർട്ടി നാട് മുഴുവൻ ആരോപിച്ച് പ്രസംഗിച്ചു നടന്ന രവാദ ചന്ദ്രശേഖരനെ തന്നെ ഇപ്പോൾ DGP ആക്കി അഭിഷേകം ചെയ്യിക്കുന്നത് ഇടതു സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളത് CPM നേതാക്കൾക്ക് പലർക്കും ആലോചിക്കാനേ വയ്യ. അന്ന് ലാത്തി ചാർജ് തുടങ്ങി വെച്ചത് ASP ആയിരുന്ന രവാദ ചന്ദ്രശേഖർ ആയിരുന്നു. അതിനുശേഷമാണ് വെടിവെക്കാനുള്ള ഉത്തരവ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരുന്ന അന്നത്തെ ADM TC ആന്റണിയിൽ നിന്നും കിട്ടുന്നത്. അതിനുശേഷം TC ആന്റണിയും രവാദ ചന്ദ്രശേഖരനുമെതിരെ അതിശക്തമായ നീക്കങ്ങളാണ് CPM നടത്തിയത്. 5 പേരുടെ കൊലയാളിയാണ് രവാദ ചന്ദ്രശേഖർ എന്ന് നാട് മുഴുവൻ പ്രസംഗിച്ചു നടന്ന CPM നേതാക്കൾ പലരും ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ്. P ജയരാജന് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അത് തുറന്നു പറഞ്ഞത്. മറ്റ് ജയരാജന്മാരെല്ലാവരും അമർഷം ഉള്ളിലൊതുക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പോലും ഇത് വേണ്ടായിരുന്നു എന്ന തോന്നലാണ് ഇപ്പോഴുള്ളത്. കാരണം കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ ഉത്തരവാദിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ ഉത്തരവാദി എന്ന് പാർട്ടി വിശേഷിപ്പിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പാർട്ടിയുടെ ഭരണകാലത്ത് തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേരയിൽ ഇരുത്തുക എന്നത് അക്ഷന്തവ്യമായ ഒരു അപരാധമാണെന്നാണ് ഈ നേതാക്കൾ പറയുന്നത്. പിണറായി വിജയനെതിരെ നേരെ നിന്ന് സംസാരിക്കാൻ ഇവർക്കാർക്കും ധൈര്യമില്ല. എന്തിന് കണ്ണൂർ ലോബിയിലെ നേതാക്കൾ മാത്രമല്ല, കണ്ണൂർ ലോബിക്ക് പുറത്തെ നേതാക്കളിൽ പലരും ഈ തീരുമാനത്തിൽ വളരെയധികം അസംതൃപ്തരും രോഷാകുലരുമാണ്. പാർട്ടി പ്രവർത്തകരോട് തങ്ങൾ ഇനി എന്തു പറഞ്ഞു നിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. എല്ലാ വർഷവും നവംബർ മാസം കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം പാർട്ടി വിപുലമായ പരിപാടികളോടെയാണ് സംസ്ഥാനത്തെങ്ങും ആചരിച്ചു വരുന്നത്. ഏതാണ്ട് ഒരു കൊല്ലമായുള്ളൂ അതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ വിട പറഞ്ഞിട്ട്. മറ്റു പല ജീവിക്കുന്ന രക്തസാക്ഷികളും ഇപ്പോഴും ഉണ്ട്. അവരുടെയൊക്കെ മുഖത്ത് കൈവാരി തേക്കുന്ന പോലെ, കാർക്കിച്ച് തുപ്പുന്നത് പോലെയായി രവാദ ചന്ദ്രശേഖർ എന്ന IPS ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയതെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും പിണറായിയുടെ ഓഫീസിന്റെയും എന്ന് വെച്ചാൽ P ശശി അടക്കമുള്ള പിണറായിയുടെ വിശ്വസ്തരുടെയും ഈ തീരുമാനത്തിനെതിരെ നിസ്സാരമായ അല്ലെങ്കിൽ ചെറുതല്ലാത്ത വികാരമാണ് CPM-നുള്ളത്. രവാദ ചന്ദ്രശേഖരനെ പരിഗണിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും യാതൊരു അലിഗേഷനോ ആരോപണവും ഇല്ലാത്ത യോഗേഷ് ഗുപ്തയെ എന്തിനാണ് മാറ്റി നിർത്തിയതെന്നും ഇവർ ചോദിക്കുന്നു. യോഗേഷ് ഗുപ്തയെ മാറ്റി നിർത്തിയത് എന്തിനാണെന്നുള്ള ചോദ്യം P ജയരാജനും ഉയർത്തിയിരുന്നു. കാരണം അദ്ദേഹം അഴിമതിക്കാരനല്ല, മികച്ച പ്രതിച്ഛായയുണ്ട്. എന്നിട്ട് യോഗേഷ് ഗുപ്തയെ മാറ്റി നിർത്തി രവാദ ചന്ദ്രശേഖരനെ പോലെ കൊലയാളി എന്ന് പാർട്ടി സംസ്ഥാനം മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന ഒരു IPS ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് ചീഫാക്കിയത് എന്തിന് എന്നുള്ള ചോദ്യം പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ഒരു നേതാക്കൾക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. അവരുടെ എല്ലാം നാക്ക് ഇറങ്ങിപ്പോയ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് P ജയരാജൻ മുക്കിയും മൂളിയെങ്കിലും ഇന്ന് ഈ തീരുമാനത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ചത്. ഏതായാലും പണ്ട് രമൺ ശ്രീവാസ്തവയെ DGP ആക്കിയ നടപടിയിൽ സംസ്ഥാനത്തെ CPM നേതാക്കൾക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് അതേ എതിർപ്പ് രമൺ ശ്രീവാസ്തവയെ പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായിട്ട് നിയമിച്ചിരുന്നു. ശ്രീവാസ്തവയ്ക്കെതിരെ കേരളം മുഴുവൻ ചരൺ എന്ന് പറഞ്ഞ് സിന്ദാബാദ് വിളിച്ച് പ്രകടനം നടത്തിയ അതേ CPM-കാർ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സർവാധികാരങ്ങളോടും വിലസുന്ന രമൺ ശ്രീവാസ്തവയെ കണ്ട പോലെ തന്നെയാണ് ഇപ്പോൾ രവാദ ചന്ദ്രശേഖരനെ DGP ആക്കിയപ്പോഴും. ഇനി കൂത്തുപറമ്പിലെ കൊലയാളി എന്ന് വിളിച്ച് തങ്ങൾ ആക്ഷേപിച്ചു കിടന്ന രവാദ ചന്ദ്രശേഖരന് മുന്നിൽ CPM നേതാക്കളെല്ലാം പോയി തൊഴുതു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് പിണറായിയുടെ പിടിപ്പുകേടാണെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഏതായാലും വലിയ അസംതൃപ്തിയും രോഷമാണ് രവാദ ചന്ദ്രശേഖരനെ DGP ആക്കിയതിനെതിരെ ഇപ്പോൾ CPM-ൽ നിന്നും ഉയരുന്നത്.